നമസ്കാരം. ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് സ്വാഗതം. എല്ലാ പ്രേക്ഷകർക്കും ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് തന്നെ ഇന്നത്തെ വാർത്താ പ്രഭാതത്തിലേക്ക് കടക്കുകയാണ്. ബ്രിക്സ് ഉച്ചകോടി ബ്രസീലിൽ പുരോഗമിക്കുകയാണ്. ഏറ്റവും പ്രധാനമായി പെഹൽഗാം ഭീകരാക്രമണത്തെ ബ്രിക്സ് ഉച്ചകോടിയിൽ അപലപിച്ചു എന്നതാണ്. അതിർത്തി കടന്നുള്ള ഭീകരവാദത്തെ നേരിടും എന്നാണ് പ്രഖ്യാപനം. ഭീകരർക്ക് സുരക്ഷിത താവളം നൽകുന്നവരെ എതിർക്കാനും ഉച്ചകോടിയിൽ ധാരണയായിട്ടുണ്ട്. ഒപ്പം തന്നെ ഇന്ന് കേരളത്തെ സംബന്ധിച്ച് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ ഇന്ന് ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തുന്നുണ്ട്. രാവിലെ 9-നും 9:30-ക്കും ഇടയിലാണ് ദർശനം. ഉപരാഷ്ട്രപതിയുടെ സുരക്ഷാ മുന്നൊരുക്കത്തിന്റെ ഭാഗമായി രാവിലെ 8 മുതൽ 10 വരെ ക്ഷേത്രത്തിൽ നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഏതായാലും വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക് എത്താം. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. കേരള സർവകലാശാല രജിസ്ട്രാറുടെ സസ്പെൻഷനിൽ പോര് രൂക്ഷം. സസ്പെൻഷൻ റദ്ദാക്കിയെന്ന സിൻഡിക്കേറ്റും ഇല്ലെന്ന താൽക്കാലിക ചുമതലയുള്ള VC സിസ തോമസും ഹൈക്കോടതിയെ അറിയിക്കും. രജിസ്ട്രാർ വീണ്ടും ചുമതലയേറ്റതിൽ ജോയിന്റ് രജിസ്ട്രാർ രാവിലെ വിശദീകരണം നൽകണമെന്ന് VC സിസ തോമസ്. സസ്പെൻഷൻ നടപടിക്കെതിരെ രജിസ്ട്രാർ ഡോക്ടർ KS അനിൽകുമാർ നൽകിയ ഹർജി പിൻവലിക്കും. കോട്ടയം മെഡിക്കൽ കോളേജ് അപകടത്തിൽ മരിച്ച ബിന്ദുവിന്റെ മകൾ നവമിക്ക് ചികിത്സ ഇന്നു മുതൽ. ചികിത്സാ വിദഗ്ധ ഡോക്ടർമാരടങ്ങുന്ന മെഡിക്കൽ സംഘത്തിന്റെ മേൽനോട്ടത്തിൽ. ന്യൂറോ ശസ്ത്രക്രിയ ഈ ആഴ്ച തന്നെ നടത്തും. ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട പ്രതിഷേധം തുടരാൻ പ്രതിപക്ഷ സംഘടനകൾ. പെഹൽഗാം ഭീകരാക്രമണത്തെ അപലപിച്ച് ബ്രിക്സ് പ്രഖ്യാപനം. അതിർത്തി കടന്നുള്ള ഭീകരവാദത്തെ നേരിടും. ഭീകരർക്ക് സുരക്ഷിത താവളം നൽകുന്നവരെ എതിർക്കാനും ഉച്ചകോടിയിൽ ധാരണ. ഇന്ത്യക്കും ബ്രസീലിനും UN കൂടുതൽ പങ്കാളിത്തം നൽകണമെന്ന് റഷ്യയും ചൈനയും. ഇസ്രയേൽ ഹമാസ് വെടിനിർത്തൽ ചർച്ചകൾക്ക് ഖത്തറിൽ തുടക്കം. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു അമേരിക്കയിലേക്ക് തിരിച്ചു. ട്രംപുമായി വൈറ്റ് ഹൌസിൽ കൂടിക്കാഴ്ച നടത്തും. യമനിലെ ഹൂതി കേന്ദ്രങ്ങൾ ആക്രമിച്ച ഇസ്രയേൽ. ഇറാന്റെ ഗതിയാകുമെന്ന മുന്നറിയിപ്പ്. അമേരിക്കയിലെ ടെക്സാസിൽ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 81ആയി. 28 പേർ കുട്ടികൾ. 41 പേർക്കായി തെരച്ചിൽ തുടരുന്നു. മേഖലയിൽ വീണ്ടും മിന്നൽ പ്രളയത്തിന് സാധ്യതയെന്ന കാലാവസ്ഥാ മുന്നറിയിപ്പ്. എഡ്ജ്ബാസ്റ്റൺ ടെസ്റ്റിൽ ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യക്ക് തകർപ്പൻ ജയം. ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ചത് 336 റൺസിന്. ഇംഗ്ലണ്ട് നിരയെ തകർത്തത് 6 വിക്കറ്റ് നേടിയ ആകാശ് ദീപ്. പരമ്പരയിൽ ഇരു ടീമുകളുമൊപ്പം. കേരള സർവകലാശാലയിൽ രജിസ്ട്രാർ വീണ്ടും ചുമതലയേറ്റതിൽ വൈസ് ചാൻസലർക്ക് അതൃപ്തി. ജോയിന്റ് രജിസ്ട്രാറിൽ നിന്ന് ഡോക്ടർ സിസ തോമസ് വിശദീകരണം തേടി. അതേസമയം സസ്പെൻഷൻ നടപടിക്കെതിരെ നൽകിയ ഹർജി പിൻവലിക്കാൻ ഒരുങ്ങുകയാണ് KS അനിൽകുമാർ. സസ്പെൻഷൻ റദ്ദാക്കിയ നടപടിക്ക് നിയമസാധ്യത ഇല്ലെന്ന നിലപാടിലാണ് താൽക്കാലിക VC ആയ സിസ തോമസ്. വിവരങ്ങളുമായി ആതിര രാധാകൃഷ്ണൻ ചേരുകയാണ്. ആതിര, രജിസ്ട്രാറുടെ സസ്പെൻഷനിൽ പോര് മുറുകുകയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ച്? ശ്രീകാർത്തിക, കേരള സർവകലാശാലയിൽ VC രജിസ്ട്രാർ പോര് മുറുകുകയാണ് എന്ന് വേണം പറയാൻ. കാരണം വീണ്ടും രജിസ്ട്രാറായ KS അനിൽകുമാർ യൂണിവേഴ്സിറ്റിയിലെത്തി കഴിഞ്ഞ ദിവസം ചുമതല ഏറ്റെടുത്തിരുന്നു. ഇതിൽ താൽക്കാലിക VC ആയ സിസ തോമസിന് അതൃപ്തിയുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് ജോയിന്റ് രജിസ്ട്രാർ ഈ VC വീണ്ടും ചുമതല ഏറ്റെടുത്തതുമായി ബന്ധപ്പെട്ട് ജോയിന്റ് രജിസ്ട്രാറോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ഇന്ന് രാവിലെ 9 മണിക്ക് മുൻപായി റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് VC പറഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ സിൻഡിക്കേറ്റ് യോഗം ചേർന്നുകൊണ്ട് ഈ ഭാരതാംബ യൂണിവേഴ്സിറ്റി സെനറ്റ് ഹാളിൽ നടന്ന ഭാരതാംബ വിവാദവുമായി ബന്ധപ്പെട്ട് KS അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്തിരുന്നു VC. അതുമായി ബന്ധപ്പെട്ട് ഇന്നലെയാണ്, കഴിഞ്ഞ ദിവസമായിരുന്നു ഈ സിൻഡിക്കേറ്റ് യോഗം ചേർന്നത്. സിൻഡിക്കേറ്റ് യോഗത്തിൽ ഇടത് അംഗങ്ങളുടെയും ഒരു കോൺഗ്രസ് അംഗത്തിൻ്റെയും വലിയ രീതിയിലുള്ള ഒരു ഭൂരിപക്ഷത്തോടു കൂടി ഈ രജിസ്ട്രാറുടെ KS അനിൽകുമാറിൻ്റെ സസ്പെൻഷൻ സിൻഡിക്കേറ്റ് യോഗം റദ്ദാക്കിയിരുന്നു. എന്നാൽ ഈ യോഗം ഇത് റദ്ദാക്കുന്നതിന് മുൻപ് തന്നെ VC അവിടെ നിന്നും യോഗം പിരിച്ചുവിട്ടു എന്നാണ് VC ആയിട്ടുള്ള സിസ തോമസ് അറിയിച്ചത്. അതുകൊണ്ട് തന്നെ ആ റദ്ദാക്കിയ നടപടിക്ക്, ഈ സസ്പെൻഷൻ റദ്ദാക്കിയ നടപടിക്ക് നിയമസാധുതയില്ല എന്ന് VC ഇന്നലെ തന്നെ അറിയിച്ചിരുന്നു. എന്നാൽ മൃഗീയമായ ഭൂരിപക്ഷത്തോടുകൂടി ഈ സിൻഡിക്കേറ്റ് യോഗം ഇത് റദ്ദാക്കിയത് കൊണ്ട് തന്നെ KS അനിൽകുമാർ കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടുകൂടി തന്നെ യൂണിവേഴ്സിറ്റിയിലെത്തി വീണ്ടും ചുമതല ഏറ്റെടുത്തിരുന്നു. ഇതിലാണ് ഇപ്പോൾ അതൃപ്തി പുകയുന്നത്. ഏതായാലും ഇപ്പോൾ VCയും സിൻഡിക്കേറ്റും 2 തട്ടുകളിലാണ്. ഇന്ന് ഇരു കൂട്ടരും
കോടതിയെ വിശദീകരണവും സത്യവാങ്മൂലവും സമർപ്പിക്കേണ്ടതുണ്ട്. രണ്ടുപേരും രണ്ട് തട്ടിലായിക്കൊണ്ടായിരിക്കും സത്യവാങ്മൂലം സമർപ്പിക്കുക എന്ന് നേരത്തെ തന്നെ അറിയിച്ചിരുന്നതാണ്. എന്നാൽ ഇപ്പോൾ ഈ സസ്പെൻഷൻ നടപടി റദ്ദാക്കിയ ഒരു സാഹചര്യത്തിലാണ് കോടതിയിൽ ഈ നടപടിക്കെതിരെ കേസ് അനിൽകുമാർ നൽകിയ ഹർജി ഇപ്പോൾ പിൻവലിക്കാനുള്ള തീരുമാനമെടുത്തിരിക്കുന്നത്. എന്നാൽ ഈ സസ്പെൻഷൻ നടപടി റദ്ദാക്കിയ നടപടിക്ക് നിയമസാധുതയില്ല എന്ന് ആവർത്തിക്കുകയാണ് VC. അതുകൊണ്ട് തന്നെ ഈ കോടതിയിൽ ഇപ്പോൾ ഇനി എന്താകുമെന്നുള്ള കാര്യത്തിൽ ആകാംക്ഷയാണ്. എന്താകുമെന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. അതിനോടൊപ്പം തന്നെ ഈ SFIയുടെ VCക്കെതിരായിട്ടുള്ള SFIയുടെ പ്രതിഷേധവും ശക്തമാക്കാനാണ് SFI നേതാക്കളുടെ തീരുമാനം. ഏതായാലും ഇനി വരുന്ന മണിക്കൂറുകളിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാകും. ശ്രീകാർത്തിക. ശരി, തിരുവനന്തപുരത്ത് നിന്നും ആതിര രാധാകൃഷ്ണനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. ഇനി മറ്റൊരു വാർത്തയിലേക്കാണ് പോകുന്നത്. കോട്ടയം മെഡിക്കൽ കോളേജ് അപകടത്തിൽ മരിച്ച ബിന്ദുവിന്റെ മകൾ നവമിക്ക് ചികിത്സ ഇന്നു മുതൽ. ചികിത്സ വിദഗ്ധ ഡോക്ടർമാരടങ്ങുന്ന മെഡിക്കൽ സംഘത്തിന്റെ മേൽനോട്ടത്തിലാണ് ന്യൂറോ സംബന്ധമായ ശസ്ത്രക്രിയ ഈ ആഴ്ച തന്നെ നടത്തും. അതേസമയം ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട പ്രതിഷേധം തുടരാൻ തന്നെയാണ് പ്രതിപക്ഷ സംഘടനകളുടെ തീരുമാനം. കോട്ടയത്ത് നിന്നും പ്രശാന്ത് ജോസഫ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. പ്രശാന്ത്, ഇന്നു മുതൽ ബിന്ദുവിന്റെ മകൾ നവമിക്ക് ചികിത്സ തുടരുകയാണ്. എപ്പോഴാകും കുട്ടിയെ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കുക സംബന്ധിച്ച കുടുംബത്തിന് എന്തെങ്കിലും വിശദീകരണം ലഭിച്ചിട്ടുണ്ടോ? ഒപ്പം തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഇപ്പോഴും തുടരുകയാണല്ലോ ആരോഗ്യമന്ത്രിക്കെതിരെ. ശ്രീകാർത്തിക, ഇന്ന് രാവിലെ തന്നെ ബിന്ദുവിന്റെ മകൾ നവമിയെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്കായി തുടർ ചികിത്സകൾക്കായി പ്രവേശിപ്പിക്കുമെന്നാണ് ഇന്നത്തെ മന്ത്രി VN വാസവൻ നമ്മോട് പറഞ്ഞിരുന്നത്. അതനുസരിച്ച് ഇന്നലെ നമ്മൾ നടത്തിയ അന്വേഷണത്തിൽ ഇന്ന് രാവിലെ തന്നെ നവമിയെ രാവിലെ 8 മണിയോടുകൂടി നവമിയെ കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തിക്കും, വീണ്ടും അഡ്മിറ്റ് ചെയ്യുമെന്നാണ് കഴിഞ്ഞിട്ടുള്ളത്. പ്രത്യേക മെഡിക്കൽ ബോർഡ് നവമിയുടെ ചികിത്സയ്ക്കായി പ്രത്യേക മെഡിക്കൽ ബോർഡ് രൂപീകരിച്ച് ഡോക്ടറെ നിശ്ചയിച്ചിട്ടുണ്ട്. ഈ വരുന്ന തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ നവമിയുടെ ശസ്ത്രക്രിയ നടത്തും. കഴുത്തിന് ഉണ്ടായ ഒരു ബാംഗ്ലൂർ BSc നേഴ്സായ നവമിക്ക് കഴുത്തിലെ നട്ടലുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു അസുഖത്തെ തുടർന്നാണ് ഇവിടെ നേരത്തെ ചികിത്സ തേടിയിരുന്നത്. ഈ ചികിത്സയോടനുബന്ധിച്ചുള്ള ശസ്ത്രക്രിയയ്ക്കായി മെഡിക്കൽ കോളേജിൽ പ്രവേശിക്കുക ബിന്ദുവിന്റെ ഈ അപകട മരണം സംഭവിക്കുന്നത്. അതേ തുടർന്ന് നവമിയെ തിരികെ വീട്ടിലേക്ക് പോയിരുന്നു. അതിനുശേഷം ഇന്നലെ മന്ത്രി വീണ ജോർജ് നവമിയെ വീട്ടിൽ സന്ദർശിക്കുകയും സർക്കാരിന്റെ ചെലവിൽ തന്നെ ചികിത്സ പൂർണ്ണമായും സൗജന്യമായി തന്നെ മെഡിക്കൽ കോളേജിൽ തന്നെ നടത്തുമെന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്ന് ഇതിനു മുന്നേ തന്നെ മെഡിക്കൽ കോളേജിൽ ഈ തുടർ ചികിത്സകൾക്ക് വേണ്ട ക്രമീകരണങ്ങളെല്ലാം തന്നെ ഏർപ്പാടായി. ഇന്ന് രാവിലെ തന്നെ നവമിയെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വീണ്ടും അഡ്മിറ്റ് ചെയ്യുമെന്നാണ് നമ്മൾ അറിയുന്നത്. അതേപോലെ തന്നെ ശ്രീകാർത്തിക സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രതിപക്ഷ സംഘടനകൾ ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷ സംഘടനകളുടെ സമരം തുടരുകയാണ്. ഇന്ന് BJPയുടെ നേതൃത്വത്തിൽ വലിയ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഇന്ന് മെഡിക്കൽ കോളേജിലെത്തി നവമിയെ കാണുന്നുണ്ട്. അതിനുശേഷം മെഡിക്കൽ കോളേജിന് മുന്നിൽ നടക്കുന്ന സമരം അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. മറ്റ് പ്രതിപക്ഷ സംഘടനകളും സമരവുമായി രംഗത്തുണ്ട്. വിവിധ ദിവസങ്ങളിലായി തുടർ സമര പരിപാടികൾ യൂത്ത് കോൺഗ്രസും അടക്കമുള്ള UDFിലെ വിവിധ ഘടകകക്ഷികളും മറ്റ് രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ സമര പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. അതേസമയം ഈ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് LDF ഒരു വിശദീകരണ യോഗം സംഘടിപ്പിച്ചിട്ടുണ്ട്. മെഡിക്കൽ കോളേജിനെ തകർക്കാൻ വേണ്ടി BJPയും കോൺഗ്രസും അടക്കമുള്ള രാഷ്ട്രീയ സംഘടനകൾ ശ്രമിക്കുന്നു. നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു മെഡിക്കൽ കോളേജിനെ മോശമായി ചിത്രീകരിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. ഒരു ദാരുണമായ ഒരു സംഭവത്തിന്റെ പേരിലാണെങ്കിലും മെഡിക്കൽ കോളേജിനെ മോശമായി ചിത്രീകരിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുവെന്ന് ആരോപിച്ചുകൊണ്ട് LDFന്റെ നേതൃത്വത്തിൽ അടുത്ത ദിവസം മെഡിക്കൽ കോളേജിന് മുന്നിൽ ഒരു യോഗം സംഘടിപ്പിച്ചിട്ടുണ്ട്. ചൊവ്വാഴ്ചയാണ് ഇത് സംഘടിപ്പിച്ചിരിക്കുന്നത്. LDFന്റെ വിവിധ നേതാക്കൾ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ ഈ ിന്റെയും ഒപ്പം BJPയുടെയും ഒക്കെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്ന ആരോപണങ്ങളെ അല്ലെങ്കിൽ ആരോഗ്യ മേഖലയെ സംബന്ധിച്ച് ഉണ്ടായിരിക്കുന്ന ആരോപണങ്ങളെ പ്രതിരോധിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് CPM-ഉം LDFിലെ മറ്റ് ഘടകകക്ഷികളും. ശരി, കോട്ടയത്തു നിന്നും പ്രശാന്ത് ജോസഫാണ് വിവരങ്ങൾ നൽകിയത്. തൃശൂർ മെഡിക്കൽ കോളേജിലെ ഹൃദയ ശസ്ത്രക്രിയ വിഭാഗത്തിൽ വിദഗ്ധ സംഘത്തിന്റെ പരിശോധന പൂർത്തിയായി. പെർഫ്യൂഷനിസ്റ്റിന് കാര്യക്ഷമതയില്ലെന്ന വകുപ്പ് മേധാവിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് മെഡിക്കൽ കോളേജിൽ വിദഗ്ധ പരിശോധന നടത്തിയത്. കഴിഞ്ഞയിടയ്ക്ക് നടത്തിയ ശസ്ത്രക്രിയയ്ക്ക് ശേഷം 2 രോഗികൾ മരിച്ചിരുന്നു. ഹൃദയം തുറന്നുള്ള പ്രധാനപ്പെട്ട ശസ്ത്രക്രിയ നടക്കുന്ന തൃശൂർ മെഡിക്കൽ കോളേജിൽ കാര്യക്ഷമതയുള്ള പെർഫ്യൂഷനിസ്റ്റ് ഇല്ലെന്ന വകുപ്പ് മേധാവിയാണ് റിപ്പോർട്ട് നൽകിയത്.
2 രോഗികൾ മരിച്ച സംഭവവും വകുപ്പ് മേധാവി നൽകിയ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയകൾ നിർത്തിവെച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഹൃദയ ശസ്ത്രക്രിയാ വിഭാഗം തലവൻ ഡോക്ടർ രാജേഷ്, ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ പെർഫ്യൂഷനിസ്റ്റ് എന്നിവരടങ്ങുന്ന സംഘം കഴിഞ്ഞ 2 ദിവസങ്ങളിൽ തൃശൂർ മെഡിക്കൽ കോളേജിൽ പരിശോധന നടത്തിയത്. ഹൃദയം തുറന്നുള്ള ശസ്ത്രക്രിയ നടത്തുമ്പോൾ കാർഡിയോ പൾമണറി ബൈപ്പാസ് മെഷീൻ പ്രവർത്തിപ്പിക്കുന്ന വിദഗ്ധനാണ് പെർഫ്യൂഷനിസ്റ്റ്. ഇവർക്ക് ഏതെങ്കിലും വീഴ്ച സംഭവിച്ചാൽ രോഗിക്ക് മരണം വരെ സംഭവിക്കാം. നിലവിൽ തൃശൂർ മെഡിക്കൽ കോളേജിലുള്ളവർക്ക് കാര്യക്ഷമതയുണ്ടോ എന്നാണ് പ്രധാനമായും വിദഗ്ധ സംഘം പരിശോധിച്ചത്. ഇതിനുശേഷമുള്ള റിപ്പോർട്ട് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർക്ക് സമർപ്പിക്കും. തുടർന്ന് നടപടി ഉണ്ടാകുമെന്ന് മെഡിക്കൽ കോളേജ് അധികൃതർ വ്യക്തമാക്കി. നിലവിൽ തൃശൂർ മെഡിക്കൽ കോളേജിൽ 50-ലേറെ പേർക്ക് ശസ്ത്രക്രിയയ്ക്ക് ദിവസം നിശ്ചയിച്ച് നൽകിയിട്ടുണ്ട്. നിലവിൽ പരിശോധന നടത്തിയ വിദഗ്ധ സംഘത്തിന്റെ റിപ്പോർട്ട് പരിശോധിച്ചതിനു ശേഷമേ ഇവരുടെ ശസ്ത്രക്രിയകൾ നടത്തുള്ളൂ എന്നാണ് വിവരം. അമൃത ന്യൂസ്, തൃശൂർ. സംസ്ഥാനത്ത് നിപ്പ ജാഗ്രത ഏതായാലും തുടരുകയാണ്. നിപ്പ ബാധിച്ച് കോഴിക്കോട് ചികിത്സയിൽ തുടരുന്ന പാലക്കാട് സ്വദേശിനിയുടെ നില അതീവ ഗുരുതരമായി തുടരുന്നു. രാവിലെ മെഡിക്കൽ ബോർഡ് യോഗം ചേരും. ജാഗ്രത തുടരുകയാണ്. വിശദാംശങ്ങളുമായി ടി.കെ. അരവിന്ദൻ ചേരുന്നുണ്ട് മലപ്പുറത്തു നിന്നും. അരവിന്ദൻ, ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരമനുസരിച്ച് ഈ നിപ്പ ബാധിച്ച് കോഴിക്കോട് ചികിത്സയിൽ തുടരുന്ന ആ വ്യക്തിയുടെ ആരോഗ്യനില ഇപ്പോൾ ഗുരുതരമായി തന്നെ തുടരുകയാണ് എന്നാണ്. ഇന്നലെ അവരുടെ മകൻ്റെ പരിശോധനാ ഫലം അടക്കം നമ്മൾ കാത്തിരിക്കുകയായിരുന്നു. ഏതായാലും ജാഗ്രത വളരെ ശക്തമായി തന്നെ തുടരുകയാണ്. എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? നിപ്പ വളരെ ആശങ്കപ്പെടുന്ന ഒരു സാഹചര്യമായി തുടരുകയാണ്. കോഴിക്കോട് ചികിത്സയിലുള്ള പാലക്കാട് നാട്ടുകൾ സ്വദേശിയായ 38-കാരിയുടെ ആരോഗ്യനില അതീവ തുടരുന്നു. കഴിഞ്ഞ ദിവസം ഇവർക്ക് പ്രതിരോധ പ്രവർത്തനത്തിന്റെ ഭാഗമായി 2 ഡോസ് മോണോക്ലോണൽ ആന്റിബോഡി നൽകിയിരുന്നു. ഇന്ന് രാവിലെ മെഡിക്കൽ ബോർഡ് യോഗം ചേരുന്നുണ്ട്. യുവതിയുടെ ആരോഗ്യസ്ഥിതി വിശകലനം ചെയ്യും. ഇനി എന്ത് ചെയ്യാൻ കഴിയുമെന്ന കാര്യത്തെക്കുറിച്ച് ഡോക്ടർമാരുടെ വിദഗ്ധ സംഘം പരിശോധന നടത്തും. അതേസമയം പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലായി 383 പേരാണ് ഇപ്പോൾ സമ്പർക്ക പട്ടികയിലുള്ളത്. ഇതിൽ 241 പേർ മലപ്പുറത്താണുള്ളത്. പാലക്കാട് 142 പേരും, കോഴിക്കോട് 94 പേരും, എറണാകുളത്ത് 2 പേരുമാണുള്ളത്. ഇതിൽ 12 പേർ മലപ്പുറം, പാലക്കാട് ജില്ലകളിൽപ്പെട്ട 10 പേർ ചികിത്സയിലുണ്ട്. ഇതിൽ 5 പേർ ICUവിലാണ് ചികിത്സ തേടിയിരിക്കുന്നത്. ഇത്തരത്തിൽ വളരെ ഗൗരവമായി തന്നെ നിപ്പ ബാധ തുടരുന്നു. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഉചിതമായി നടക്കുന്നു. അതേസമയം നിപ്പ സ്രോതസ് കണ്ടെത്താൻ ഇനിയും ആരോഗ്യവകുപ്പിന് കഴിഞ്ഞിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. കഴിഞ്ഞ വരുന്ന ഈ നിപ്പ ബാധ ആരോഗ്യവകുപ്പിനെ വളരെയധികം ആശങ്കപ്പെടുത്തുന്നുണ്ട്. എന്തായാലും പ്രതിരോധ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. എല്ലാ തലങ്ങളിലും, താഴെ തലങ്ങളിൽ പനിശാല ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആരോഗ്യവകുപ്പ് നടത്തി കഴിഞ്ഞു. ഇനിയുള്ളവരെ കണ്ടെത്തി വിദഗ്ധ ചികിത്സ നൽകുന്നു, നിരീക്ഷണത്തിലാക്കുന്നു തുടങ്ങിയ കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. സമ്പർക്ക പട്ടിക കൂടുതൽ വിപുലീകരിക്കുന്നു. നിരീക്ഷണം തുടരുകയാണ്. ശരി, ഏതായാലും ജാഗ്രത തുടരണമെന്ന് തന്നെയാണ് ആരോഗ്യവകുപ്പ് നൽകുന്ന മുൻകരുതൽ. അരവിന്ദനാണ് വിശദാംശങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്. ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ ഇന്ന് ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തും. കൊച്ചിയിൽ നിന്നും ഹെലികോപ്റ്റർ മാർഗം ശ്രീകൃഷ്ണ കോളേജ് ഹെലിപാഡിൽ ഇറങ്ങുന്ന ഉപരാഷ്ട്രപതി 9 മണിക്കാണ് ക്ഷേത്ര ദർശനം നടത്തുക. ഉപരാഷ്ട്രപതിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട കനത്ത സുരക്ഷാ വലയത്തിലാണ് ഗുരുവായൂർ ക്ഷേത്രമുള്ളത്. രാവിലെ 8 മുതൽ 10 വരെ ദർശനത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിവരങ്ങളുമായി ഹരീഷ് നാരായൺ ചേരുന്നുണ്ട്. ഹരീഷ്, ഉപരാഷ്ട്രപതിയുടെ ക്ഷേത്ര ദർശനവുമായി ബന്ധപ്പെട്ട് കനത്ത സുരക്ഷ തന്നെയാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ക്രമീകരണങ്ങളൊക്കെ ഏത് രീതിയിലാണ്? ശ്രീകാർത്തിക, തീർച്ചയായും വലിയ സുരക്ഷാ സന്നാഹങ്ങൾ തന്നെയാണ് ഗുരുവായൂരിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് കിഴക്കേ നടയിലാണ്. ഇവിടെയാണെങ്കിൽ പോലും വലിയ രീതിയിലുള്ള തിരക്കൊന്നും ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. കാരണം ഈ ഉപരാഷ്ട്രപതിയുടെ വരവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ഒരു നിയന്ത്രണങ്ങളാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് എന്നുള്ളതാണ്. ഇപ്പോൾ കിഴക്കേ നടയിലാണെങ്കിൽ പോലും കൃത്യമായുള്ള നിയന്ത്രണം, അതായത് രാവിലെ 7 മണിക്ക് മുൻപ് തന്നെ ചടങ്ങുകൾ, ഈ ഒരു വിവാഹം, ചോറൂൺ അടക്കമുള്ള ചടങ്ങുകൾ 7 മണിക്ക് മുൻപ് തന്നെ തീർക്കണം. അതിനുശേഷം 10 മണിക്ക് ശേഷമേ അത്തരത്തിലുള്ള ചടങ്ങുകൾ ഉണ്ടാകൂ. ഈ ഒരു സമയത്ത്, ഉപരാഷ്ട്രപതി വരുന്ന ഈ ഒരു സമയത്ത് കൃത്യമായ നിയന്ത്രണങ്ങൾ ഉണ്ടായിരിക്കും. ഭക്തർക്ക് ഈ ഒരു നടപ്പന്തലിനുള്ളിലേക്ക് പ്രവേശിക്കാൻ തന്നെ കൃത്യമായ നിയന്ത്രണങ്ങൾ ഉണ്ടായിരിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. 9 മണിയോടുകൂടിയാണ് അദ്ദേഹം ക്ഷേത്ര ദർശനം നടത്തുക എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലായത്. അതിന് തൊട്ട് മുൻപായി ശ്രീകൃഷ്ണ കോളേജ് ഹെലിപ്പാഡിൽ 8:50 അദ്ദേഹം എത്തും. തുടർന്ന് ശ്രീവത്സം ഗസ്റ്റ് ഹൗസിലെത്തിയ ശേഷം ഇങ്ങോട്ടേക്ക് വരികയായിരിക്കും. കൃത്യം 9 മണിയോടുകൂടി തന്നെ ഇവിടെ ദർശനം നടത്തുമെന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞത്. അതിനുശേഷം അദ്ദേഹത്തിന്
കൊച്ചിയിലേക്ക് പോകേണ്ടതുണ്ട്. കൊച്ചിയിൽ ഔദ്യോഗികമായ ഒരുപാട് പരിപാടികൾ അദ്ദേഹത്തിനുണ്ട്. വിദ്യാർത്ഥികളുമായുള്ള കൂടിക്കാഴ്ച അടക്കമുള്ള കാര്യങ്ങളുണ്ട്. അതിനുശേഷം അദ്ദേഹം കൊച്ചിയിലേക്ക് തന്നെ പോകും. കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹം കൊച്ചിയിലെത്തിയത്. വലിയ സ്വീകരണം തന്നെയായിരുന്നു. ഗവർണർ അടക്കം അദ്ദേഹത്തെ സ്വീകരിച്ച കാഴ്ചകളെല്ലാം നമ്മൾ കണ്ടതാണ്. അതിനുശേഷമാണ് ഇപ്പോൾ ഇന്ന് രാവിലെ ഗുരുവായൂർ അമ്പലത്തിൽ ദർശനം നടത്താനായി അദ്ദേഹം എത്തിയിരിക്കുന്നത്. ഈ ചോറൂണ് അതുപോലെ തന്നെ വിവാഹം ഇതെല്ലാം 7 മണിക്ക് മുൻപ് തന്നെ നടത്തണമെന്നുള്ളൊരു കാര്യം ഈ ക്ഷേത്രം അധികൃതർ പറയുന്നു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ദർശനത്തിന് ശേഷം മാത്രം 10 മണിക്ക് ശേഷമേ മറ്റ് ചടങ്ങുകൾ വീണ്ടും അത് പുനരാരംഭിക്കുകയുള്ളൂ. അതായത് ചോറൂണ് വിവാഹം അടക്കമുള്ള ചടങ്ങുകൾ 10 മണിക്ക് ശേഷം വീണ്ടും പുനരാരംഭിക്കുക. അത്തരത്തിലുള്ള ക്രമീകരണമാണ് നടത്തിയിരിക്കുന്നത്. മാത്രമല്ല ഈ ഒരു റോഡ് മൊത്തം ഈ ഗുരുവായൂർ അമ്പലത്തിൻ്റെ പരിസര പ്രദേശത്തുള്ള റോഡുകൾ മൊത്തം കൃത്യമായ രീതിയിൽ തന്നെ പോലീസ് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് വഴിയിൽ തടസ്സങ്ങളൊന്നും സൃഷ്ടിക്കാതിരിക്കാൻ തന്നെ കൃത്യമായ രീതിയിൽ തന്നെ ബ്ലോക്ക് ചെയ്ത് വഴി തിരിച്ചു വിടുന്നുണ്ട്. ക്രമീകരണങ്ങളുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ പോലീസിൻ്റെ വലിയൊരു സന്നാഹം ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇപ്പോഴും അത്തരത്തിലാണ്. സുരക്ഷാ ഉദ്യോഗസ്ഥരടക്കം ഇവിടെയുണ്ട്. കൃത്യമായ നിയന്ത്രണം പാലിച്ചത് മാത്രമേ അകത്തേക്ക് കയറാൻ സാധിക്കുള്ളൂ. മാധ്യമങ്ങൾക്കടക്കം കൃത്യമായ നിയന്ത്രണമുണ്ട്. നമുക്കറിയാം PRDക്ക് മാത്രമേ അകത്തേക്ക് പ്രവേശനമുള്ളൂ. മറ്റ് മാധ്യമങ്ങളെല്ലാം തന്നെ പുറത്ത്. പെഹൽഗാം ഭീകരാക്രമണത്തെ അപലപിച്ച ബ്രിക്സ് ഉച്ചകോടി. അതിർത്തി കടന്നുള്ള ഭീകരപ്രവർത്തനങ്ങളെയും ഭീകരവാദ ധനസഹായത്തെയും പ്രതിരോധിക്കാൻ ഉച്ചകോടി ആഹ്വാനം ചെയ്തു. ഇറാനിൽ ഇസ്രായേലും US-ഉം നടത്തിയ ആക്രമണത്തെയും ഗാസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തെയും ബ്രിക്സ് ഉച്ചകോടി അപലപിച്ചു. മനുഷ്യരാശി നേരിടുന്ന ഏറ്റവും ഗുരുതരമായ വെല്ലുവിളിയാണ് ഭീകരവാദമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. 17ാം ബ്രിക്സ് ഉച്ചകോടിയിലാണ് ഭീകരതയ്ക്കെതിരെ അംഗരാജ്യങ്ങൾ സംയുക്ത പ്രഖ്യാപനം നടത്തിയത്. ഭീകരവാദത്തോട് വിട്ടുവീഴ്ചയില്ല. അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്കെതിരെ ഒന്നിച്ചു പോരാടുമെന്നും ഭീകരർക്ക് സാമ്പത്തിക സഹായവും താവളവും നൽകുന്നവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാനുമാണ് തീരുമാനം. ഉച്ചകോടിയിൽ സംസാരിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോകസമാധാനവും സുരക്ഷയുമാണ് ഭാവിയുടെ അടിത്തറയെന്ന് വിശേഷിപ്പിച്ചു. ഭീകരവാദം മനുഷ്യരാശി നേരിടുന്ന ഏറ്റവും ഗുരുതരമായ വെല്ലുവിളിയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഗാസയിലെ യുദ്ധത്തിൽ ഇസ്രായേലിനെ വിമർശിച്ച ബ്രിക്സ് പ്രമേയം ഉപാധികളില്ലാതെ അടിയന്തര വെടിനിർത്തൽ വേണമെന്നാണ് ആവശ്യപ്പെട്ടത്. ഇറാനു നേരെയുള്ള ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും സൈനിക നടപടികളെയും അപലപിച്ചു. ആഗോള സമ്പദ് വ്യവസ്ഥയെ താറുമാറാക്കും വിധം ലോകരാജ്യങ്ങൾക്ക് വിവേചനരഹിതമായ തീരുവ പ്രഖ്യാപിച്ച US നടപടിയിലും ബ്രിക്സ് ആശങ്ക അറിയിച്ചു. ഇന്ത്യയ്ക്കും ബ്രസീലിനും UN-ൽ കൂടുതൽ പങ്കാളിത്തം നൽകണമെന്ന് റഷ്യയും ചൈനയും ആവശ്യപ്പെട്ടു. അംഗരാജ്യങ്ങളിലെ ധനസഹായ ചെലവുകൾ കുറയ്ക്കുന്നതിനും നിക്ഷേപം വർദ്ധിപ്പിക്കുന്നതിനുമായി ബ്രിക്സ് മൾട്ടിലാറ്ററൽ ഗ്യാരണ്ടി സംരംഭം പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പാക്കാനുള്ള പദ്ധതികളെ സംയുക്ത പ്രസ്താവന പിന്തുണച്ചു. ന്യൂസ് ഡെസ്ക് അമൃത TV. വെള്ളിയാഴ്ച പുലർച്ചെ ടെക്സസ് ഹിൽ കൺട്രിയിലുണ്ടായ മിന്നൽ പ്രളയത്തിൽ മരണസംഖ്യ 80ആയി. പ്രളയത്തിൽ കാണാതായവർക്കുള്ള തിരച്ചിൽ പുരോഗമിക്കുകയാണ്. ഗ്വാഡലൂപ്പ് നദിക്കരയിലുള്ള വേനൽക്കാല ക്യാമ്പിൽ പങ്കെടുത്ത ചിലർ കുടുങ്ങിക്കിടക്കുകയാണെന്നും ഇവരെ സഹായിക്കാനായി എത്താൻ കഴിയുന്നില്ലെന്നും രക്ഷാപ്രവർത്തകർ അറിയിച്ചു. സാൻ അന്റോണിയോയിൽ നിന്ന് 70 മൈൽ വടക്ക് സ്ഥിതി ചെയ്യുന്ന ഹിൽ കൺട്രി മേഖലയിലെ നിരവധി കൗണ്ടികളെ ദുരന്ത മേഖലയായി പ്രഖ്യാപിച്ചു. വെള്ളപ്പൊക്ക ബാധിത പ്രദേശങ്ങളിൽ ഇപ്പോഴും വൈദ്യുതി, ഇന്റർനെറ്റ് തടസ്സങ്ങൾ അനുഭവപ്പെടുന്നുണ്ടെന്ന് ടെക്സസ് അധികൃതർ പറഞ്ഞു. 1 മാസം പെയ്യേണ്ട മഴ 3 മണിക്കൂറിൽ പെയ്തിറങ്ങിയതാണ് മിന്നൽ പ്രളയത്തിന് കാരണമെന്ന് US കാലാവസ്ഥാ വിഭാഗവും അറിയിച്ചു. ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ ചർച്ചകൾക്ക് ഖത്തറിൽ തുടക്കമായിരിക്കുന്നു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു അമേരിക്കയിലേക്ക് തിരിച്ചു. ട്രംപുമായി വൈറ്റ് ഹൌസിൽ കൂടിക്കാഴ്ച നടത്തും. ട്രംപ് 2ാം തവണ അധികാരത്തിലെത്തിയതിനു ശേഷം ഇത് 3ാം വട്ടമാണ് ബെന്യാമിൻ നെതന്യാഹു അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. കൂടിക്കാഴ്ചയിൽ വെടിനിർത്തൽ സംബന്ധിച്ച നിർണായക പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. ഇസ്രായേലിന്റെ ആക്രമണം പൂർണ്ണമായി അവസാനിപ്പിക്കണമെന്നതാണ് ഹമാസിന്റെ ആവശ്യം. അതേസമയം ഇസ്രായേൽ ഇപ്പോൾ യമനിലെ ഹൂതി കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തി. ഓപ്പറേഷൻ ബ്ലാക്ക് ഫ്ലാഗ് എന്ന പേരിൽ ഹൊദൈദ, റാസ് ഈസ, സെയ്ഫ് എന്നീ തുറമുഖ നഗരങ്ങൾക്ക് നേരെയായിരുന്നു മിസൈൽ ആക്രമണം നടത്തിയത്. ആക്രമണത്തിൽ ഒരു ഊർജ്ജ കേന്ദ്രത്തിനും കേടുപാടുണ്ട്. ആക്രമണം ഇസ്രായേൽ സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. യമന് ഇറാന്റെ ഗതിയുണ്ടാകുമെന്ന മുന്നറിയിപ്പും ഇസ്രായേൽ നൽകിയിട്ടുണ്ട്. മഞ്ഞുമൽ ബോയ് സിനിമയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തട്ടിപ്പ് കേസിൽ നടനും നിർമ്മാതാവുമായ സൗബിൻ ഷാഹിർ ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാകും. സൗബിൻ ഷാഹിർ, സഹനിർമ്മാതാക്കളായ ബാബു ഷാഹിർ, ഷോൺ ആന്റണി എന്നിവരാണ് മരട് പോലീസ് സ്റ്റേഷനിൽ ഹാജരാവുക. നേരത്തെ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട പോലീസ് 2 തവണ നോട്ടീസ് നൽകിയെങ്കിലും മുൻകൂർ ജാമ്യാപേക്ഷ തേടി സൗബിൻ അടക്കമുള്ള പ്രതികൾ ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു.
പ്രസവശേഷം ജാർഖണ്ഡ് സ്വദേശികളായ മാതാപിതാക്കൾ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഉപേക്ഷിച്ച പെൺകുഞ്ഞ് ജാർഖണ്ഡിലേക്ക്. നിധി എന്ന ആരോഗ്യമന്ത്രി പേരിട്ട കുഞ്ഞിന് ഇനി ജാർഖണ്ഡ് CWCയുടെ സംരക്ഷണയിൽ കഴിയും. കുഞ്ഞിനെ സംരക്ഷിക്കാനുള്ള സാമ്പത്തിക സാമൂഹിക പശ്ചാത്തലം മാതാപിതാക്കൾക്ക് ഇല്ലെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ജാർഖണ്ഡ് CWCക്ക് കുഞ്ഞിനെ കൈമാറുന്നത്. CWC അധികൃതരും പോലീസും അടങ്ങിയ സംഘം എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ആലപ്പുഴ ധൻബാദ് എക്സ്പ്രസിൽ നിധിയുമായി പുറപ്പെടും. 6 മാസം പ്രായമുള്ള കുഞ്ഞ് പൂർണ്ണ ആരോഗ്യവതിയാണ്. കുഞ്ഞിന് 22 ദിവസം പ്രായമുള്ളപ്പോഴാണ് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലെ NICUവിൽ ഉപേക്ഷിച്ച മാതാപിതാക്കൾ ജാർഖണ്ഡിലേക്ക് കടന്നുകളഞ്ഞത്. ഭാരതത്തിൽ ഗുരുവിനുള്ള പ്രാധാന്യം വ്യക്തമാക്കുന്ന ഗുരുപൂർണിമ ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച താനൂർ മാതാ അമൃതാനന്ദമയി മഠം. ഈ മാസം 10-നാണ് ഗുരുപൂർണിമ. ഒട്ടേറെ ഭക്തർ താനൂർ മഠത്തിൽ നടന്ന ഗുരുപൂർണിമ ആഘോഷത്തിൽ പങ്കെടുത്തു. വ്യാസജയന്തി ദിനമാണ് ഗുരുപൂർണിമയായി ആഘോഷിക്കുന്നത്. ഈ വർഷത്തെ ഗുരുപൂർണിമ ആഘോഷങ്ങൾക്കായി വിവിധ അമൃതാനന്ദമയി മഠങ്ങളും ഒരുങ്ങിക്കഴിഞ്ഞു. താനൂർ അമൃതാനന്ദമയി മഠത്തിൽ നടന്ന ഗുരുപൂർണിമ ആഘോഷങ്ങളിൽ ഒട്ടേറെ ഭക്തരാണ് പങ്കെടുത്തത്. മഠാധിപതി സ്വാമിനി അതുല്യാമൃതപ്രാണ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ഗുരുവിൽ നിന്ന് കിട്ടുന്ന മന്ത്രത്തെ ഉരുക്കഴിച്ച് അത് നിരന്തരം ജപിച്ച് നമ്മുടെ സ്വന്തമാക്കുമ്പോഴാണ് നമ്മൾ ഓരോരുത്തരും ആ സന്യാസം എന്ന് പറയുന്ന ഉദാത്തമായ ഭാവത്തിലേക്ക് ഉണരുന്നത്. സ്വാമി ജ്ഞാനാമൃതാനന്ദപുരി അനുഗ്രഹ പ്രഭാഷണം നടത്തി. ഒരു ചക്രവർത്തി പോലും ഗുരുവിന്റെ മുന്നിൽ തൊഴിൽക്കൈകളോട് നിൽക്കുന്ന ഒരു സംസ്കാരമാണ് ഭാരതത്തിനുള്ളത്. അതെന്നറിയാൻ ഗുരുവിന് എത്രമാത്രം പ്രാധാന്യമാണ് നമ്മുടെ ഈ സംസ്കാരം നൽകിയിട്ടുള്ളത് എന്ന്. ഗുരുപൂർണിമയുടെ ഭാഗമായി ഗുരുപാദുക പൂജ, മന്ത്രദീക്ഷാ സംഗമം, സുഹൃതഹോമം തുടങ്ങിയവയും നടന്നു. അമൃത ന്യൂസ്, മലപ്പുറം. മഞ്ചേരി മാതാ അമൃതാനന്ദമയി മഠത്തിൽ ഗുരുപൂർണിമ ആഘോഷിച്ചു. മഹാഗണപതി ഹോമത്തോടെ ആരംഭിച്ച പരിപാടിയിൽ ഗുരുപാദുക പൂജ, നവഗ്രഹ ഹോമം, ധ്യാനം, ഭജനാമൃതം, സർവമംഗള പൂജ മുതലായ പരിപാടികൾ നടന്നു. ചന്ദ്രൻ പെരുമുടിയൂർ പ്രഭാഷണം നടത്തി. സ്വാമിനി വരദാമൃതപ്രാണ കാർമ്മികത്വം വഹിച്ചു. വിപണി വിലയിരുത്തലുമായി ജിയോജിത് ഫിനാൻഷ്യൽ സർവീസസിലെ സീനിയർ ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജിസ്റ്റും ജനറൽ മാനേജറുമായ K. ദിലീപ് ചേരുന്നുണ്ട്. സ്വാഗതം ശ്രീ ദിലീപ്. ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക്. ഇന്നത്തെ വിപണി സാധ്യതകൾ എങ്ങനെയാണ്? ഇന്ന് മാറ്റമില്ലാതെ വ്യാപാരം തുടങ്ങാമെങ്കിലും വളരെ ഉയർന്ന തോതിലുള്ള കയറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ആഗോള സാഹചര്യങ്ങൾ വിപണിയുടെ നീക്കത്തെ സ്വാധീനിക്കുകയും ചെയ്യും. US-ലെ താരിഫുമായി ബന്ധപ്പെട്ട് ഉള്ള വാർത്തകൾ സ്വാഭാവികമായും വിപണിയിലെ നീക്കത്തിൽ പ്രതിഫലിക്കുകയും ചെയ്യും. എന്തായാലും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ നിലപാടുകൾ കൂടി വിപണിയുടെ നീക്കത്തിൽ നിർണായകമായിരിക്കും. കഴിഞ്ഞ ആഴ്ചയിൽ മിക്ക ദിവസങ്ങളിലും വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ വിപണിയിൽ അറ്റ വിൽപ്പനയിലായിരുന്നു. അതിന്റെ ഒരു സ്വാധീനം വിപണിയിൽ ഉണ്ടാവുകയും ചെയ്തു. എന്നാൽ ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള മികച്ച നിക്ഷേപ താല്പര്യമാണ് ഒരു പരിധിവരെ വിപണിയുടെ നേട്ടത്തിൽ പ്രതിഫലിച്ചത്. 25,500 എന്ന നിലവാരത്തിന് മുകളിൽ മുൻനിര സൂചികയായ നിഫ്റ്റി വ്യാപാരം അവസാനിപ്പിക്കുകയും ചെയ്തു. അത് വിപണിയുടെ ഒരു അന്തർധാര ശക്തമാണ് എന്ന് കാണിക്കുന്ന ഒരു നീക്കമായിരുന്നു. വരും ദിവസങ്ങളിലും ആ ഒരു നിലവാരത്തിന് മുകളിൽ നിലനിന്ന് വ്യാപാരം നടക്കുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമേ മുന്നോട്ട് നീങ്ങാനുള്ള സാധ്യത കാണുന്നുള്ളൂ. മറിച്ചാണെങ്കിൽ വിൽപ്പന സമ്മർദ്ദം തുടരുകയാണെങ്കിൽ 25,200 എന്ന നിലവാരമാണ് അടിസ്ഥാന നിലവാരമായിട്ട് പ്രവർത്തിക്കുക. ശരി, വളരെയധികം നന്ദി ശ്രീ K. ദിലീപ്. ഇനി നോക്കാം കായിക വാർത്തകൾ. രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യക്ക് തകർപ്പൻ ജയം. 336 റൺസിനാണ് ഇന്ത്യ ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ചത്. രണ്ടാം ഇന്നിംഗ്സിൽ 6 വിക്കറ്റ് വീഴ്ത്തിയ ആകാശ് ദീപാണ് ഇംഗ്ലണ്ട് നിരയെ തകർത്തത്. ഇതോടെ പരമ്പരയിൽ ഇരു ടീമുകളും ഒപ്പത്തിനൊപ്പം എത്തി. മൂന്നാം ടെസ്റ്റ് 10-ന് ലോർഡ്സിൽ നടക്കും. ഇന്ത്യ ഉയർത്തിയ 608 റൺസ് എന്ന കൂറ്റൻ വിജയലക്ഷ്യവുമായി ബാറ്റിംഗിനിറങ്ങിയ ഇംഗ്ലണ്ട് 271 റൺസിന് പുറത്തായി. മഴ മൂലം 1.5 മണിക്കൂർ വൈകിയാണ് മത്സരം ആരംഭിച്ചത്. 3-ന് 72 റൺസ് എന്ന നിലയിൽ 5-ാം ദിനം ബാറ്റിംഗ് ആരംഭിച്ച ഇംഗ്ലണ്ടിന് 8 റൺസ് എടുത്ത ഒലി പോപ്പിന്റെ വിക്കറ്റാണ് ആദ്യം നഷ്ടമായത്. 88 റൺസ് എടുത്ത ജാമി സ്മിത്താണ് രണ്ടാം ഇന്നിംഗ്സിൽ ഇംഗ്ലണ്ടിന്റെ ടോപ്പ് സ്കോറർ. രണ്ടാം ഇന്നിംഗ്സിൽ 6 വിക്കറ്റ് വീഴ്ത്തിയ ആകാശ് ദീപിന്റെ ഗംഭീര പ്രകടനമാണ് ഇന്ത്യക്ക് തുണയായത്. 1976 ശേഷം ഒരു ടെസ്റ്റ് ഇന്നിംഗ്സിൽ ഇംഗ്ലണ്ടിന്റെ ആദ്യ 5 പ്രധാന ബാറ്റർമാരിൽ 4 പേരെയും പുറത്താക്കുന്ന ആദ്യ ബൗളർ എന്ന നേട്ടം ആകാശിന് സ്വന്തമായി. ആദ്യ ഇന്നിംഗ്സിൽ ആകാശ് 4 വിക്കറ്റ് വീഴ്ത്തിയിരുന്നു. ഒന്നാം ഇന്നിംഗ്സിൽ ഇരട്ട സെഞ്ചുറിയും രണ്ടാം ഇന്നിംഗ്സിൽ സെഞ്ചുറിയും നേടിയ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലാണ് കളിയിലെ താരം.
1967 മുതൽ ഇന്ത്യ എഡ്ജ്ബാസ്റ്റണിൽ ടെസ്റ്റ് കളിക്കുന്നുണ്ടെങ്കിലും ഇതുവരെ ഒരു മത്സരം പോലും ജയിക്കാൻ സാധിച്ചിരുന്നില്ല. ആ ചരിത്രമാണ് ഇത്തവണ ഗില്ലും സംഘവും തിരുത്തിയത്. ഇന്ത്യൻ ടെസ്റ്റ് ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ ആദ്യമായി 2 ഇന്നിംഗ്സിലുമായി 1000 റൺസ് നേടുന്ന ടീം എന്ന നേട്ടവും ഇന്ത്യ സ്വന്തമാക്കി. രണ്ടാം ടെസ്റ്റിൽ 2 ഇന്നിംഗ്സിലുമായി 1014 റൺസാണ് ഇന്ത്യൻ ടീം അടിച്ചെടുത്തത്. 2004 സിഡ്നി ടെസ്റ്റിൽ ഓസ്ട്രേലിയക്കെതിരെ 916 റൺസ് എടുത്തതായിരുന്നു ഇതിനു മുമ്പത്തെ ഇന്ത്യയുടെ ഉയർന്ന സ്കോർ. ടെസ്റ്റ് ക്രിക്കറ്റ് ചരിത്രത്തിൽ ഒരു ടെസ്റ്റ് മത്സരത്തിൽ 1000 റൺസ് അടിച്ചെടുക്കുന്ന 5ാമത്തെ ടീമായി ഇന്ത്യ. ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ മാത്രം 430 റൺസാണ് നേടിയത്. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. ഈ റിപ്പോർട്ടോടെ ഗുഡ് മോർണിംഗ് എല്ലാം പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ കാണുക. നമസ്കാരം.